നമസ്കാരം. റീസെന്റ് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എനിക്കെതിരെ വന്ന ആരോപണം. ഈ ആരോപണത്തിൽ ഞാനിപ്പോൾ മൗനം പാലിച്ചേക്കാണ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോസിലൊന്നും തന്നെ വന്ന് സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ മൗനം പാലിച്ചതോട് കൂടിയിട്ട് കുറേ ആൾക്കാർ അഭ്യൂഹങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്, സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം മൗനം പാലിച്ചതല്ല. എൻ്റെ ലീഗൽ ടീമിൻ്റെ നിർദ്ദേശപ്രകാരം ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ മൗനം പാലിച്ചത്, അല്ലാതെ പേടിച്ചിട്ടല്ല. എന്നാൽ ഇങ്ങനൊരു വിഷയം പുറത്തു വന്നപ്പോൾ, ഇങ്ങനൊരു ആരോപണം ഒരു വ്യക്തി ഉന്നയിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ, ഒരുപാടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, 99.9% ആൾക്കാരും എൻ്റെ ഒപ്പം നിന്നു. വെറുതെ ഒപ്പം നിൽക്കുകയായിരുന്നില്ല, കമൻസിലൂടെയും അങ്ങനെ വീഡിയോസ് ചെയ്തും ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു. നിങ്ങളുടെ സപ്പോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഞാൻ പേടിച്ചിട്ടില്ല, പക്ഷെ മെൻ്റലി എനിക്ക് വിഷമം വന്നു. കാരണം ഇങ്ങനൊരു കാര്യം ആദ്യം കേൾക്കുന്ന സമയത്ത് ഏതൊരു സ്ത്രീക്കും ഏതൊരു പെൺകുട്ടിക്കും മാനസിക വിഷമം ഉണ്ടാകും, മെൻ്റൽ പെയിൻ ഉണ്ടാകും. ആ മാനസിക വിഷമം എനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആ മാനസിക വിഷമത്തിൽ നിന്ന് കരകയറാൻ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഒരു ദിവസം വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ വിഷമമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്നിൽ നിന്നൊരു മറുപടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. കൂടുതലായിട്ടും എൻ്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും സബ്സ്ക്രൈബേഴ്സും എന്നിൽ നിന്നൊരു മറുപടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ എനിക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരിക്കുന്നത്. കാരണം ഞാൻ ഈ വിഷയം ഇപ്പോൾ കേരള പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചൊരു വിഷയമാണ്. അവർ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും എനിക്ക് നീതി വാങ്ങിച്ചു തരികയും ചെയ്യേണ്ടത് കേരള പോലീസാണ്. അപ്പോൾ അന്വേഷണം നടത്തട്ടെ. അതുവരെ ഇതിനകത്ത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ വിളിച്ച് പറയാൻ പറ്റത്തില്ല. അത് ഇതിൻ്റെ ലീഗൽ പ്രൊസീജിയറാണ്. അതുകൊണ്ട് ദയവ് ഇത് നിങ്ങളത് മനസ്സിലാക്കുക. അതുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരിക്കുന്നത്. പിന്നെ ചില അഭ്യൂഹങ്ങൾക്കുള്ള മറുപടി. ഞാൻ പേടിച്ചു എന്നതാണ് ഒന്നാമത്തെ അഭ്യൂഹം. ഊഹിക്കുവാണ്. ഞാൻ പേടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പോലും ഞാൻ വരില്ല. ഒരു കാരണവശാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ല. എനിക്ക് പേടിയൊന്നുമില്ല. തെറ്റ് ചെയ്തവർ മാത്രം പേടിച്ചാൽ പോരെ. ഈ വിഷയത്തിൽ 100% എൻ്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് തന്നെയും 1% ഞാൻ തെറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരില്ലായിരുന്നു. ഒരു കാരണവശാലും വരില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. മാനസിക വിഷമം ഉണ്ടായി. അതിപ്പം ഏത് വ്യക്തിക്കാണെങ്കിലും ഏത് പെൺകുട്ടിക്കാണെങ്കിലും മാനസിക വിഷമം ഉണ്ടാവും. ആ വിഷമം എനിക്കും ഉണ്ടായിരുന്നു. ചില സന്ദർഭത്തിൽ നമ്മൾ തളർന്നു പോകും. അങ്ങനെ തളർന്നു പോയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ടോട്ടലി ഓക്കെയാണ്. കാരണം അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾക്ക് മുന്നിൽ തളർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെയും അതിജീവിച്ചു. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ വഴിയേ പോകട്ടെ. ലീഗൽ പ്രൊസീജിയേഴ്സും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ അതിൻ്റെ വഴിയേ പോകട്ടെ. എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ അറിവില്ലായ്മ കൊണ്ട് ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഡയറക്റ്റായിട്ട് പോയിട്ട് CCTV എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിനകത്ത് ഒരു ഓപ്ഷൻ ഇല്ല. എനിക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റില്ല. ആരോപണം ഉന്നയിച്ചവരാണ് തെളിവുകൾ നിരത്തേണ്ടത്. പിന്നെ പോലീസാണ് തെളിവുകൾ കണ്ടെത്തേണ്ടതും എനിക്ക് നീതി വാങ്ങിച്ചു തരേണ്ടതും. ഞാൻ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ കയ്യിൽ ഈ സാധനങ്ങളൊന്നും ആരും തന്നുവിടില്ല. ഡയറക്റ്റ് പോകണമെങ്കിൽ തന്നെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് മാത്രമേ ഞാൻ ഈ ഒരു കാര്യത്തിൽ സംസാരിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ വഴിയേ അറിയാൻ സാധിക്കും. ഉറപ്പായിട്ടും എല്ലാ കാര്യത്തെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് പറയും. ഇപ്പോഴല്ല, കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുവരെ എന്നെ വിശ്വസിച്ചവരും എന്നെ സപ്പോർട്ട് ചെയ്തവരും മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ വിശ്വസിക്കുക. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഒരു ഉറപ്പ് തരാം. ഇവിടെ 100% ഞാൻ ശരിയാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. എന്നെ സപ്പോർട്ട് ചെയ്തവരെ ഞാൻ ഒരു കാരണവശാലും നിരാശപ്പെടുത്തില്ല. ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഇപ്പം ഉറപ്പ് മാത്രമേ എനിക്ക് തരാൻ പറ്റൂ. വാക്കുകൾ കൊണ്ടുള്ള ഉറപ്പ് മാത്രമേ തൽക്കാലം എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ അറിയാൻ സാധിക്കും. ഉറപ്പായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പൂർണ്ണമായിട്ടും ഈ ഒരു വിഷയത്തിൽ നിരപരാധിയാണ്.